ഈ ക്രിസ്തുവിൻ്റെ മരണശേഷം 1-ാം നൂറ്റാണ്ടോടെ ക്രിസ്ത്യാനിറ്റിയുടെ ഉദ്ഭവവും 4-ാം നൂറ്റാണ്ട് വരെ അവരനുഭവിച്ച കഷ്ടപ്പാടുകളും ക്രൂരതകളും, ശേഷം 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞുള്ള പച്ചപിടുത്തവും, പിന്നെ 10-ാം നൂറ്റാണ്ടോടെ നന്നായി പ്രചരിച്ച ക്രിസ്ത്യാനിറ്റിയുടെയും കഥ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനി പറയാൻ പോകുന്നത് 11-ാം നൂറ്റാണ്ട് തൊട്ടുള്ള കഥയാണ്. പല ദൈവങ്ങളെ ആരാധിച്ച് കഴിഞ്ഞിരുന്നവരാണ് ഈ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വെള്ളക്കാർ. ഇന്ന് നാം ക്രിസ്ത്യാനിറ്റി എന്ന് കേൾക്കുമ്പോൾ ഓർക്കുന്നത് വെള്ളക്കാരുടെ മതമായിട്ടായിരിക്കാം. ഈ ക്രിസ്തു എന്ന് പറഞ്ഞാലും ഒരു വെള്ളക്കാരൻ്റെ മുഖമായിരിക്കാം മിക്കവരുടെയും മനസ്സിൽ വരിക. വെളുത്ത തൊലിയും ചെമ്പൻ മുടിയും നീല കണ്ണുമൊക്കെയുള്ള ഒരു സുന്ദരൻ. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ ജനിച്ച ജൂതനായ യേശു ക്രിസ്തു വെളുത്ത വർഗക്കാരനായി ചിത്രീകരിക്കപ്പെടുന്നത് അക്കൂട്ടരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. സ്വയം മറ്റു വംശങ്ങളെക്കാൾ ഉയർന്നു അല്ലെങ്കിൽ ഉയർന്നത് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങൾ ആരാധിക്കുന്ന ദൈവം, ദൈവപുത്രൻ ഒക്കെ മറ്റു വംശത്തിലായാൽ ശരിയാകില്ലല്ലോ. മാത്രമല്ല, നാം പ്രാർത്ഥിക്കുന്ന രൂപത്തിന് ഒരു റിലേറ്റബിലിറ്റി വരാൻ നമ്മുടെ രൂപസാദൃശ്യം ഉപകാരപ്പെടും. ഉദാഹരണത്തിന്, ഈ ജപ്പാനിൽ ആരാധിക്കുന്ന ബുദ്ധന് ജാപ്പനീസ് മുഖലക്ഷണങ്ങൾ ഉള്ളതുപോലെ ഒരുതരം തദ്ദേശവൽക്കരണം. അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ യൂറോപ്പിൽ നന്നായി പ്രചരിച്ചു കൊണ്ടിരുന്ന ക്രിസ്ത്യൻ മതം, തലപ്പത്ത് റോമിലെ പോപ്പും. എന്നാൽ ഈ നേതൃത്വത്തെ അത്രയ്ക്ക് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അത്രയ്ക്ക് രസിക്കാത്ത കൂട്ടരും ഉണ്ടായിരുന്നു. ഇന്ന് നാം ലൂഥറൻ, ആംഗ്ലിക്കൻ, മെത്തഡിസ്റ്റ്, റിഫോംഡ്, പെന്തക്കോസ്റ്റ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഇതിൽപ്പെടും. എല്ലാത്തിനെയും കൂടെ കൂട്ടി പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്ന് പറയാം. 11-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നിന്ന് വന്ന ബ്രിട്ടൻ കീഴടക്കിയതാണ് വില്യം ദ കോൺക്വറർ. അദ്ദേഹത്തിൻ്റെ പിൻതലമുറ തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ രാജാവും രാജകുടുംബവുമായിട്ടൊക്കെ വാഴുന്നത്. ഈ വംശത്തിൽ ഹെൻറി 8-ാമൻ എന്നൊരു മാന്യ അദ്ദേഹം ഉണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചത് ഇദ്ദേഹമാണ്. വിധവയായ തൻ്റെ സഹോദരൻ ഭാര്യയെ കല്യാണം കഴിക്കുകയാണ് ഹെൻറി. ഇതിൽ മേരി എന്നൊരു പെൺ സന്താനം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവകാശിയായി ഒരു ആൺകുട്ടിയെ കിട്ടാത്തത് ഈ വിവാഹത്തിലുള്ള ദൈവകോപമായി വ്യാഖ്യാനിച്ചു ഹെൻറി. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ ബന്ധം അസാധുവാക്കി മറ്റൊരു കല്യാണം കഴിക്കാൻ തത്രപ്പെട്ട് പരിശ്രമിക്കുന്ന കാലം. പക്ഷെ ഇതിന് പോപ്പിന്റെ അനുവാദം വേണം. അതിനായി പലവട്ടം പല വഴിക്ക് ശ്രമിച്ചിട്ടും പോപ്പ് അനുവാദം നൽകുന്നില്ല. കാരണം ക്രിസ്ത്യാനിറ്റിയിൽ വിവാഹബന്ധം എന്നാൽ മരണം വരെയുള്ള ഒരു ബന്ധമാണ്. ശേഷം സാഹികെട്ട് പോപ്പ് പോണെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞ് ഇംഗ്ലണ്ടിൻ്റെ ചർച്ചിൻ്റെ തലപ്പത്ത് തന്നെ അവരോധിക്കുകയാണ് ഹെൻറി. ഇന്നും ഇംഗ്ലണ്ടിൻ്റെ ചർച്ചിൻ്റെ തലപ്പത്തിരിക്കുന്നത് അവിടുത്തെ രാജാവാണ് അല്ലെങ്കിൽ രാജ്ഞിയാണ്. ഈ മാറ്റം കൊണ്ടുവന്നത് ഹെൻറിയാണ്. മനസ്സാ ഒരു കാത്തോലിക്കായി ഹെൻറി പൊളിറ്റിക്കൽ റീസൺസ് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് അനന്തരാവകാശം ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് പ്രൊട്ടസ്റ്റൻസിൻ്റെ സഹായം തേടുന്നത്. പക്ഷേ മത അല്ലെങ്കിൽ ദൈവവിശ്വാസങ്ങളിൽ കാത്തോലിസിസം തന്നെ തുടർന്നു വന്നിരുന്നു. അന്ന് ഈ ബൈബിൾ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുന്നത് പോലും നിയമവിധേയമല്ലാതിരുന്ന കാലമാണ്. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നതും മറ്റും മതനിന്ദയായി കരുതപ്പെട്ട കാലം. ഒത്തിരി ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് തൽക്കാലം ഒരു ഉദാഹരണം എടുക്കാം. ആൻ അസ്ക്യൂവിൻ്റെ. ആൻ എന്നത് ഒരു കവയത്രിയാണ്. ബൈബിൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി. ഈ അപ്പവും വീഞ്ഞും ദൈവത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കാതെ, കുമ്പസരിക്കാതെ പരസ്യമായി ബൈബിൾ ഇംഗ്ലീഷിൽ വായിച്ച് നടന്ന ആൻ. കാത്തലിക്കായ ഹെൻറിയുടെ കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് ക്രിസ്ത്യാനിറ്റി തന്നെ മെയിൻ മതമായി ബ്രിട്ടനിൽ നിലനിന്നിരുന്ന സമയം. ആദ്യമൊക്കെ ബഹുദൈവാരാധകരോടും ജൂതരോടുമാണ് കാത്തലിക് അല്ലെങ്കിൽ ചർച്ച് ക്രൂരതകൾ കാണിച്ചിരുന്നതെങ്കിൽ ഭൂരിപക്ഷമായതിനു ശേഷം തമ്മിലായി ഈ അടിയൊക്കെ, അതായത് കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് ചേരി തിരിഞ്ഞുള്ള വ്യത്യാസം. അങ്ങനെ ടവർ ഓഫ് ലണ്ടനിൽ അസാമാന്യമായ പീഡനങ്ങൾക്ക് ശേഷം പച്ചയ്ക്ക് കത്തിക്കുകയാണ് ആൻ അസ്ക്യൂവിനെ. ഇത് എങ്ങനെ ചരിത്രത്തിന് അറിയാമെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷിൽ ആദ്യ ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റേഴ്സിൽ പെടുന്നതാണ് ആൻ. ആനിന് കടന്നു പോകേണ്ടി വന്ന ക്രൂരതകളെല്ലാം അവർ തന്നെ നോട്ട് ചെയ്ത് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കടത്താനും അവർക്ക് സാധിച്ചു. ടവർ ഓഫ് ലണ്ടൻ ആർക്കൈവ്സിൽ ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹെൻറിയുടെ കാലശേഷം മകൾ മേരി
ഇതൊക്കെ തന്നെ വലിയ സ്കെയിലിൽ തുടർന്നു എന്ന് മാത്രം. വെറും 5 വർഷത്തെ ഹ്രസ്വ ഭരണത്തിൽ 300-ൽ പരം പ്രൊട്ടസ്റ്റന്റുമാരെ നിഷ്കരുണം കത്തിച്ചും, അതായത് പച്ചയ്ക്ക് കൊളുത്തിയും മറ്റും കൊന്ന മേരിയെ ചരിത്രം ഓർക്കുന്നത് ബ്ലഡി മേരി എന്നാണ്. രസമെന്തെന്നാൽ ഹെൻറി 2ാമത് കല്യാണം കഴിക്കാനാണല്ലോ പോപ്പുമായി ഉടക്കുന്നത്. ശേഷം മൊത്തത്തിൽ 6 കല്യാണം കഴിച്ചിട്ടും ഒരു ആൺകുഞ്ഞിനെ അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ. രണ്ട് ഭാര്യമാരെ അദ്ദേഹം രാജ്യദ്രോഹം ആരോപിച്ച് തല അറക്കുകയാണ്. ഒരാളെ ഡൈവോഴ്സ് ചെയ്യുന്നു, വേറൊരാളെ കാണാൻ കൊള്ളില്ല എന്നും പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്യുന്നു. അവസാനം എല്ലാം കറങ്ങി തിരിഞ്ഞ് 2ാം ഭാര്യയിലെ മകളായ എലിസബത്താണ് അനന്തരാവകാശിയായി വരുന്നത്. എന്നാൽ മംഗലം ചെയ്യാതെ വെർജിൻ ക്യൂയിൻ എന്നറിയപ്പെട്ട എലിസബത്തിന്റെ കാലശേഷം ഹെൻറിയുടെ ഡയറക്റ്റ് ബ്ലഡ് ലൈൻ നിന്നുപോവുകയാണ്. പിന്നീട് ബന്ധുവായ സ്കോട്ട്ലൻഡ് രാജാവാണ് അധികാരമേൽക്കുന്നത്. ഇത് പറയാൻ കാരണം എലിസബത്ത് പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു. അതായത് ഹെൻറി കഴിഞ്ഞ് മേരി കഴിഞ്ഞ്, അതായത് ഹെൻറിയും മേരിയും കാത്തലിക് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന രാജ്ഞി എലിസബത്ത് പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു. അക്കൂട്ടർക്കൊരു സമാധാനം കിട്ടുന്നതും എലിസബത്തിന്റെ കാലത്ത് മാത്രമാണ്. ഈ പ്രൊട്ടസ്റ്റന്റ്സും കാത്തലിക്സും തമ്മിലുള്ള പ്രശ്നങ്ങളും യുദ്ധങ്ങളും ബ്രിട്ടനിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. യൂറോപ്പിലാകമാനം ഈ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 17ാം നൂറ്റാണ്ടിൽ 30 വർഷം കൊണ്ട് ഏതാണ്ട് 8 മില്യൺ പേരെ കൊന്ന ഒരു യുദ്ധമുണ്ട്, 30 Years War. സെൻട്രൽ യൂറോപ്പിൽ നടന്ന മതവെറിയാണ് ഇതിന് മെയിൻ കാരണം. പ്രൊട്ടസ്റ്റന്റ്സും സ്റ്റേറ്റിലെ രാജാവായ ഫെർഡിനാൻഡിനെതിരെ നടന്ന പ്രതിഷേധത്തിന്റെ രൂപത്തിലാണ് ഇതിന്റെ തുടക്കം. ആദ്യം ഇത് അടിച്ചമർത്താൻ പറ്റുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഇത് നിയന്ത്രണാതീതമായി വളരുന്നു. ഡാനിഷ്, സ്വീഡിഷ്, ഫ്രഞ്ച് രാജാക്കന്മാരൊക്കെ ഇത് കെട്ടടക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ യുദ്ധങ്ങളിൽ പ്രധാനമാണ് ഈ 30 Years War. യുദ്ധക്കെടുതി മാത്രമല്ല, ശേഷം വന്ന ക്ഷാമം, അസുഖങ്ങൾ ഒക്കെ മരണനിരക്ക് വല്ലാതെ അങ്ങ് കൂട്ടി. ഭൂരിപക്ഷമായി കഴിഞ്ഞും വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ തങ്ങളിൽ തന്നെ വിഭാഗീയതയുണ്ടാക്കി തമ്മിലടിക്കുന്ന രീതി മനുഷ്യപ്രകൃതിയായിരിക്കാം. തൻ്റെ മതം പ്രചരിപ്പിക്കുക എന്നത് അന്യമതത്തെ ഉപദ്രവിച്ചാലേ പറ്റൂ എന്ന ചിന്ത ആദ്യം. ശേഷം തൻ്റെ മതം ഭൂരിപക്ഷമായി കഴിയുമ്പോൾ തൻ്റെ രീതിക്ക് മാത്രം തൻ്റെ മതം പ്രചരിക്കുക, മറ്റ് രീതികൾ അനുഷ്ഠിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക എന്ന മനസ്ഥിതി. ഇത് പ്രത്യേകിച്ചും സെമിറ്റിക് മതങ്ങൾക്ക് വരുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം ദൈവസങ്കല്പം നല്ലോണം എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ ഒരു ലോകത്തേക്കാണ് വളരെ ലേറ്റായി ഈ മതങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കാനും അംഗീകാരം നേടിയെടുക്കാനും ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ മതങ്ങൾക്ക്. ഈ പ്രക്രിയയിൽ മാർക്കറ്റിങ്ങിന് പ്രധാന ആകർഷണം തങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന അവകാശവാദമാണ്. ഈ മാനസിക സ്ഥിതി സ്വാഭാവികമായും സഹിഷ്ണുത ഇല്ലാതെയാക്കി മാറ്റുന്നു. ആദ്യം മതം, പിന്നീട് ഒരു മതത്തിലെ തന്നെ പല രീതികളിലേക്ക് ആ അസഹിഷ്ണുത പടർന്നു. ഇതേ കാലത്ത് പാരലലായി നടന്ന വേറൊരു പ്രക്രിയയാണ് വിച്ച് ഹണ്ട്, ദുർമന്ത്രവാദിനി വേട്ട. ദുർമന്ത്രവാദം നടത്തുന്നവരെ അല്ലെങ്കിൽ അത് സംശയിക്കപ്പെടുന്നവരെ പിടിച്ച് കുറ്റവിചാരണ ചെയ്യുന്നു. ശേഷം തെളിയിക്കപ്പെട്ടാൽ മരണശിക്ഷ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് അത്രയ്ക്ക് ദോഷകരമായി തോന്നുന്നില്ല അല്ലേ? സെയിലം വിച്ച് ട്രയൽസ്, പെൻഡൽ വിച്ച് ട്രയൽസ് ഒക്കെ ഉദാഹരണങ്ങളാണ്. യൂറോപ്പിൽ മാത്രമല്ല, കൊളോണിയൽ അമേരിക്കയിലും ഇത് നടന്നിരുന്നു. 4 നൂറ്റാണ്ടോളം ഇത് തുടർന്നു പോന്നു. നമുക്കൊരു ഉദാഹരണം എടുക്കാം. ജെയ്നറ്റ് ഹോണെ അയൽവാസികളുടെ സംശയത്തിന്റെ പേരിലാണ് വിചാരണയ്ക്കെത്തുന്നത്. അവരുടെ മകൾക്ക് അംഗവൈകല്യമുണ്ട്. ഇതാണ് സാത്താൻ സേവയുടെ ഫലമെന്ന് അല്ലെങ്കിൽ അതിനടയാളം എന്ന് ആരോപിക്കപ്പെട്ടത്. ഇതെങ്ങനെ അല്ല എന്ന് തെളിയിക്കും എന്നുള്ളത് ചോദ്യമാണ്. എന്തായാലും അവസാനം അവരെ കത്തിച്ചു കൊല്ലാൻ വിധി വരുന്നു. ഇത് നിയമപരമായ വിധിയാണെന്ന് ഓർക്കണം. പക്ഷേ എങ്ങനെയോ ജനറ്റ് ഇതിൽ നിന്നും രക്ഷപ്പെടുകയാണ്. എന്നാലും വെറുതെ വിടുമോ? ഇല്ല. ജനറ്റിനെ പിന്നെയും പിടിച്ച് വിവസ്ത്രയാക്കി ടാറിൽ മുക്കി നഗരവീഥിയിലൂടെ നിഷ്കരുണം നടത്തുകയാണ് ജനക്കൂട്ടം. ശേഷം ജീവനോടെ ചുട്ടുകൊല്ലുന്നുണ്ട്. തൻ്റെ ഇടമുള്ള തിരിച്ചു പറയുന്ന സ്ത്രീകളെ, വിവാഹം കഴിക്കാതെ പ്രത്യേകിച്ച് സ്വത്ത് കൈകളുള്ള സ്ത്രീകളെയാണ് മതത്തിന്റെ വ്യാഖ്യാനങ്ങൾ മുതലെടുത്ത് കള്ള ആരോപണങ്ങൾ ചുമത്തി അന്യായമായ വിചാരണ നടത്തി
നിർദ്ദയമായി ക്രൂരമായി കൊന്നൊടുക്കിയത്. കൂടുതലും പച്ചയ്ക്ക് കൊളുത്തിയാണ് ഇവരെ കൊന്നിരുന്നത്. ഈ സംശയമുള്ളവരെ വിചാരണ ചെയ്യുമ്പോൾ ശരീരത്തെ മറകുപോലും സാത്താനുമായുള്ള ബന്ധത്തിന്റെ അടയാളമായി മാറി. കൂടുതലും ആൾക്കാർ സ്വത്ത് കൈക്കലാക്കാൻ അല്ലെങ്കിൽ തട്ടിയെടുക്കാൻ ഇത് മുതലെടുത്തു എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെ 4 നൂറ്റാണ്ടിനിടെ യൂറോപ്പിലും കൊളോണിയൽ അമേരിക്കയിലും ഉൾപ്പെടെ 60,000-ൽ പരം ആൾക്കാരെയാണ് ഈ പേരിൽ കൊന്നൊടുക്കിയത് എന്ന് ചരിത്രം. ഈ സമയത്തോടെ തന്നെ സ്പാനിഷ് ഇൻക്വിസിഷനും ആരംഭിച്ചിരുന്നു. അതായത് സ്പാനിഷ് രാജാവ് കാത്തലിക്കായ ഫെർഡിനാൻഡും ഭാര്യ ഇസബെല്ലയും ചേർന്നു. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കൊളംബസിന് കേരളം തപ്പാൻ ഇറങ്ങിയപ്പോൾ പൈസ കൊടുത്ത് സഹായിച്ച രാജാവിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ഇതേ രാജാവാണ്. ന്യൂനപക്ഷമായ ഇസ്ലാമിൽ നിന്നും ജൂതമതത്തിൽ നിന്നും ബഹുദൈവാരാധനയിൽ നിന്നും മതം മാറി വന്നവരെ സംശയദൃഷ്ടിയോടെയാണ് ഇവർ നോക്കിയത്. പഴയ മതം ഇവർ രഹസ്യമായി തുടരുന്നുണ്ടോ എന്ന സംശയം. ഇതിൽ ചാട്ടവാറടിയും മറ്റു ശിക്ഷകളും കൊടുത്താണ് ഇവരെ കുറ്റസമ്മതം നടത്തിയിരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മതനിന്ദകരെ തപ്പിപ്പിടിച്ച് തുടച്ചു നീക്കി കാത്തലിക് വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയായിരുന്നു സ്പാനിഷ് ഇൻക്വിസിഷൻസിന്റെ ലക്ഷ്യം. കുറ്റം ആരോപിക്കപ്പെടുന്നവരെ ടോർച്ചർ ചെയ്ത് കുറ്റസമ്മതം നടത്തുന്നു, കൂടെയുള്ളവരുടെ പേര് പറയിക്കുന്നു, ശേഷം പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലുന്നു. ഇതായിരുന്നു പ്രധാന രീതി. അടുത്ത തലമുറയും ഇത് തുടർന്നു വന്നു. ഏതാണ്ട് 4 നൂറ്റാണ്ടോളം ഇത് തുടർന്നു. പ്രധാനമായും സ്പെയിനിൽ തന്നെയാണ് ഇത് നടന്നത്. പക്ഷേ ഈ പൈസ മേടിച്ച് കൊളംബസ് പോയി കണ്ടെത്തിയ സ്ഥലങ്ങൾ സ്പെയിൻ രാജാവ് അവകാശം സ്ഥാപിച്ചിരുന്നു. ഈ മെക്സിക്കോ, പെറു ഉൾപ്പെടെയുള്ള സ്ഥലത്ത്. ഈ സ്ഥലത്തും ഇവരിതൊക്കെ തന്നെ ആവർത്തിച്ചു. ഈ പറഞ്ഞ സ്പെയിൻ രാജാവ് ആൾ ചില്ലറക്കാരനായിരുന്നില്ല, കുപ്രസിദ്ധനായിരുന്നു. അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ കുതികാൽ വെപ്പുകളും മതത്തിന്റെ പേരിൽ കൊന്നൊടുക്കിയ കണക്കുകളും കൊളംബസിന് ഫണ്ട് ചെയ്ത പേരിലും ഒക്കെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തെ ഇംഗ്ലണ്ട് പോലും പേടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതായത് 20-ാം നൂറ്റാണ്ടോട് അടുപ്പിച്ച് സൂപ്പർ പവറായ ഇംഗ്ലണ്ട് ഒരു കാലത്ത് സ്പെയിൻ രാജാവിനെ പേടിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അമേരിക്കയിലെ ബാൻക്രോഫ്റ്റ് ലൈബ്രറിയിൽ താപനില നിയന്ത്രിച്ച ചേംബറിൽ ഒരു പഴയ ഡോക്യുമെന്റ് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു 1300 പേജ് വരുന്ന ഒരെണ്ണം. മാനുവൽ ഡി ലുസൈന എന്ന ഒരു ജൂതന്റെ ദയനീയാവസ്ഥ വിവരിക്കുന്ന രേഖയാണിത്. അദ്ദേഹത്തിന്റെ കാരാഗ്രഹവാസവും അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളുടെയും നിർബന്ധിച്ച് കൺഫെഷൻ ചെയ്യിപ്പിച്ചതിൻ്റെയും ഒക്കെ വിവരണങ്ങൾ ഇതിലുണ്ട്. മെക്സിക്കോ സിറ്റിയിലെ ഒരു ജൂതനായിരുന്നു അദ്ദേഹം. ഒരു കമ്മ്യൂണിറ്റി ലീഡറൊക്കെ ആയിരുന്നു. സമ്മർദ്ദങ്ങൾക്കിടയിലും തൻ്റെ ജൂതവിശ്വാസം വിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വില ചെറുതായിരുന്നില്ല. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് സ്പെയിൻ രാജാവ് വഴി റോമൻ കാത്തലിക് ചർച്ച് നടത്തിയ ക്രൂരതകളുടെയാണ്. ശാരീരിക സൈക്കോളജിക്കൽ പീഡനങ്ങളിലൂടെ ന്യൂനപക്ഷങ്ങളെ, അതായത് ജൂത, ഇസ്ലാം, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളൊക്കെ ഈ ന്യൂനപക്ഷത്തിൽപ്പെടും. അവരെയൊക്കെ മതനിന്ദകരായി ചിത്രീകരിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് രഹസ്യങ്ങളും കൂട്ടാളികളെയും ഒക്കെ വെളിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു 4 നൂറ്റാണ്ടോളം. അങ്ങനെ നല്ല രീതിയിലും പല ക്രൂരതകളിലൂടെയും കാത്തലിക് ചർച്ച് യൂറോപ്പിൽ ചുവടുറപ്പിച്ചിരുന്നു. ശേഷം ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കാനുള്ള വ്യഗ്രതയായി. അത് ഈസ്റ്റിലേക്കും മാത്രമല്ല പുതിയ കണ്ടുപിടിക്കപ്പെട്ട അമേരിക്കയിലേക്കും വ്യാപിച്ചിരുന്നു. ഇതിൽ ഇന്ത്യയും ഉൾപ്പെടും. ഇന്ത്യയിലേക്ക് വന്ന മിഷണറികളുടെ എണ്ണം ചെറുതൊന്നുമല്ല. എന്നാൽ ഏറ്റവും ക്രൂരമായി ഇത് വ്യാപിച്ചിരുന്നത് ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ ഈ മിഷണറിമാർ ചെയ്ത ക്രൂരതകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.